ചെന്നൈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്തുവാണെന്ന് ചോദിച്ചാൽ ഫുഡ് തന്നെയാണ് കേട്ടോ. എവിടെ ചെന്നാലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങളുടെ മെയിൻ ഒരു കാര്യമാണ്. അപ്പോൾ ചെന്നൈ ചെന്ന് കുറച്ചൊന്ന് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ചെന്ന ദിവസം അത് നടന്നില്ല. കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഹോട്ടലിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡിന്നർ കഴിച്ചത്. അപ്പോൾ അവിടെ ചെന്ന് കുറേ മെനു ഒക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിലും മെനുവിലെ പല സാധനങ്ങളും ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ കൈ കിട്ടിയതൊക്കെ അങ്ങ് ഓർഡർ ചെയ്തു. നമ്മളിപ്പോൾ ട്രാവലൊക്കെ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണമായതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയെന്നായിരുന്നു. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് സ്പെഗറ്റി ആയിരുന്നു കേട്ടോ. ഞാൻ സ്പെഗറ്റി ഓർഡർ ചെയ്തു. ഹസ്ബൻഡ് കുറേയൊക്കെ നോക്കിയതിന് ശേഷം ഹസ്ബൻഡിന് അങ്ങനെ ചോദിക്കുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളൊരു ചിക്കൻ റോളും ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് കേതിനുള്ളൊരു പാഴ്സൽ ബിരിയാണിയും വാങ്ങിച്ച് ഞങ്ങൾ റൂമിൽ പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ എന്ത് ഫുഡ് പോയി കഴിക്കണം എന്നുള്ള ആലോചനയിലാണ് ഞങ്ങൾ. കേതിനെ നോക്കൂ, കേതെന്താ അങ്ങനെ കേതിൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടെ എന്തൊക്കെയോ പാട്ടുമൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല, ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പം എന്തെങ്കിലും സ്ട്രീറ്റ് ഫുഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചിട്ട് തിരിച്ചു പോരാം എന്നുള്ള പ്ലാനിലാണ് നടക്കാൻ ഇറങ്ങിയത്. അപ്പം അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഗൈസ് എനിക്ക് ലോട്ടറി അടിച്ചു. ഞാൻ അങ്ങ് ദൂരെ A to B കണ്ടു. A to B എന്ന് പറയുമ്പോൾ അടയാർ ആനന്ദഭവൻ എൻ്റെ ഫേവറേറ്റ് ഒരു ഹോട്ടലാണ് കേട്ടോ. ഫേവറേറ്റ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഞാൻ സ്ഥിരം അവിടെ പോയി കഴിക്കാറുണ്ടെന്ന്. ഇതുവരെ ഞാൻ അവിടെ കയറിയിട്ടില്ല. പക്ഷേ ഹസ്ബൻഡ് സ്ഥിരം പറയാറുണ്ട് കേട്ടോ, നമ്മളെ നാട്ടിലേക്കൊക്കെ കാറിലൊക്കെ പോകുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ A to B ഒരുപാടുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ദോശയൊക്കെ അവിടെ കയറി കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യും. പക്ഷേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമൊക്കെ ആകുമ്പോഴത്തേക്കും A to Bയുടെ പൊടി പോലും കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്താണെങ്കിലും നമ്മൾ A to Bയിൽ കയറി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകാം. അപ്പം അങ്ങനെ ചെന്നൈ ട്രിപ്പിൽ എൻ്റെ ഒരു ആഗ്രഹവും സബലീകരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ കയറിയപ്പോഴത്തേക്കും നല്ല ഒടുക്കത്തെ തിരക്കാണ്. ഈ ഇരിക്കുന്നവരെല്ലാവരും സീറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബേക്കറി ഉണ്ട് കേട്ടോ. ബേക്കറി എന്ന് പറയുമ്പോൾ ഇവരുടെ സ്വീറ്റ് ഐറ്റംസ് ആണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ്. അടിപൊളി സ്വീറ്റാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്താണെങ്കിലും സീറ്റ് കിട്ടി. കേതിനുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് സീറ്റ് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത എന്ത് ഓർഡർ ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്താണെങ്കിലും ദോശ കൺഫേം ആണ്, കാരണം ഇവരുടെ ചട്നി എല്ലാം അടിപൊളിയാണ്. നമ്മളൊന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള ദോശ ഇഡലിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേതിന് വേണ്ടി ദോശ ഓർഡർ ചെയ്തു. കേതിന് പിന്നെ എവിടെ പോയാലും ദോശ വിട്ടൊരു കളിയില്ല. അറ്റ് ലാസ്റ്റ് അത് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് നമ്മുടെ മഷ്റൂം പെപ്പർ മസാലയും അത് കണക്ക് തന്നെ കടായി പനീറും അതേപോലെ തന്നെ ബട്ടർ നാനുമാണ് കേട്ടോ ഞങ്ങൾക്ക് ഓർഡർ ചെയ്തത്. കേതിന് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് അടിപൊളിയായിരുന്നു കേട്ടോ. കടായി പനീർ ആണെങ്കിലും ഈ ഒരു മഷ്റൂം ആണെങ്കിലും, മഷ്റൂം പൊതുവെ ഞാൻ കഴിക്കാറില്ലെങ്കിലും ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഞാൻ മഷ്റൂം കഴിച്ചു തുടങ്ങിയത്. അതും നല്ല അടിപൊളിയായിരുന്നു. കേതിന് അടിപൊളി ദോശ എത്തി. ഇവരുടെ ചട്നി ഒരു രക്ഷയില്ല, അടിപൊളി ചട്നിയായിരുന്നു. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം അല്ലെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ദോശയും ചട്നിയും തന്നെയാണ് കേട്ടോ. ദോശ നോർമൽ ആണെങ്കിലും ചട്നിക്ക് അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ ജ്യൂസൊക്കെ കുടിച്ച് നമ്മുടെ A to Bക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിലെത്തി. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയ അപ്ഡേറ്റുകളുമായി ഞങ്ങൾ ഇനിയും എത്തും. അപ്പോൾ എല്ലാവർക്കും ബൈ.